ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. വിശ്വാസത്തോടെ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആഴമേറിയ ബോധ്യത്തോടെ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. അഭിഷേകത്തോടെ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എല്ലാ വേദനകളും ഓർത്ത് ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എല്ലാ തടസ്സങ്ങളും ഓർത്ത് ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ വീടിനെ സമർപ്പിച്ച് ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എല്ലാ രോഗങ്ങളും ഓർത്ത് ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ മക്കളെ ഓർത്ത് ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കരങ്ങൾ ഉയർത്തി വീശി പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമം വിളിച്ച് നമ്മൾ സ്തുതിക്കാൻ പോവാ. നമ്മൾ ഓർക്കണം, ഈ ലോകത്ത് രക്ഷയ്ക്കായി ഒറ്റ നാമം നൽകപ്പെട്ടിട്ടുള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിന്റെ ശക്തി നമ്മൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സകലവിധ ബന്ധനങ്ങളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. സകലവിധ കെട്ടുകളും അകന്നു പോകും. സാത്താന്റെ എല്ലാ കുടിലതന്ത്രങ്ങളും അകന്നു പോകും. ജീവിതത്തിലെ സന്തോഷം കടന്നു വരും, സമാധാനം കടന്നു വരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മാത്രം നോക്ക്, ഈ ദിവ്യകാരുണ്യത്തെ മാത്രം നോക്ക്. എല്ലാ മക്കളും ഈ ദിവ്യകാരുണ്യത്തെ മാത്രം നോക്കി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, കടന്നു വരണേ ഈശോയെ. ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ ഈശോയെ. പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ അങ്ങനെ കരുണ കൊണ്ട് നിറയ്ക്കണേ കർത്താവേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കാൻ കടന്നു വന്ന ഞങ്ങളുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈ ആരാധനയുടെ മണിക്കൂറില് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാം,
നമ്മുടെ കുടുംബത്തെ ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുകുത്തി എന്ന് കുറച്ചൊരു പെയിൻ എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുക. കുറച്ച് പെയിൻ വേണം നമ്മുടെ ജീവിതത്തിന്. പണ്ടത്തെയൊക്കെ കാരണവന്മാര് കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി മുട്ടുപൊട്ടി പ്രാർത്ഥിച്ചവരാ. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം ഇറങ്ങി വരുമായിരുന്നു. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ജയിപ്പിച്ചത്. മോശയുടെ കരങ്ങൾ എപ്പോഴൊക്കെ താഴ്ന്നുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം തോറ്റിട്ടുമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ചിലപ്പോൾ എൻ്റെ കരങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ടി വരും, മുട്ടുകുത്തേണ്ടി വരും. ഇച്ചിരി പെയിനാണത്, ഇച്ചിരി ബുദ്ധിമുട്ടാണത്. പക്ഷെ ഞാൻ അതെടുക്കുമ്പോൾ, ഞാൻ ഇച്ചിരി പെയിൻ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഇച്ചിരി വേദന സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, മോശ കരങ്ങൾ ഉയർത്തി വേദന സഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചതുപോലെ എൻ്റെ കുടുംബം ജയിക്കും. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും. സ്നേഹം നിറഞ്ഞവരെ, കുറച്ച് പെയിൻ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഈ ആരാധനയുടെ മണിക്കൂറില് ദൈവം എൻ്റെ മുന്നിൽ ഇറങ്ങി വരുന്ന ഈ നിമിഷത്തില് ഏറ്റവും വിശ്വാസത്തോടെ ഈ ദൈവത്തെ തന്നെ നമുക്ക് നോക്കിയിരിക്കാം. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. എന്നെ തേടിയെത്തിയ, എന്നെ കാത്തു സൂക്ഷിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ വേണ്ട അനുഗ്രഹങ്ങൾ തരുന്ന ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് നോക്കാം. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തോടെ വേണം ഈശോയെ വിളിക്കാൻ. എന്നാൽ അതിൻ്റെ ജീവിതത്തിൽ കൃപകൾ ഉണ്ടാകുള്ളൂ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നീ വിശ്വാസത്തിന്റെ കണ്ണിൽ ഈശോയെ കണ്ടാൽ നിന്റെ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. സ്നേഹം നിറഞ്ഞ മക്കളെ, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. എൻ്റെ ഈശോയെ എനിക്കൊന്ന് കാണണം എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. എൻ്റെ പ്രതിസന്ധികള്, എൻ്റെ സങ്കടങ്ങള്, എൻ്റെ വേദനകള്, എൻ്റെ ആകുലതകള് എന്നെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നീ നോക്കിയിരിക്കുന്ന നിമിഷം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും, അടയാളങ്ങൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഞാൻ പലപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ കാണാറുണ്ട് മനുഷ്യര് കണ്ണീര് വാർത്ത് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിലവിളിച്ച് കരയണത്. ആരാധനയുടെ മണിക്കൂറില് തന്നെ തന്നെ മറന്ന് കർത്താവേ കർത്താവേ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ തൊടുന്ന ദൈവത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിന്നെ തൊടും, നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിന്റെ സങ്കടങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ പ്രശ്നങ്ങൾ നീ പങ്കുവെക്ക്. നിന്റെ സങ്കടങ്ങൾക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ടെന്ന് ചിന്തിക്ക്. അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകുക, അനുഗ്രഹം ഉണ്ടാകുക, അടയാളങ്ങൾ ഉണ്ടാകുക. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ജീവിതത്തിന്റെ ഓരോ വേദനകളും സങ്കടങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ, അനുഗ്രഹിക്കാൻ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളും ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. വേദനകൾ എത്ര വലുതായിക്കോട്ടെ, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ മുൻപിലുണ്ടെന്ന് നീ ചിന്തിക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എത്ര വലുതായിക്കോട്ടെ, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ മുൻപിലുണ്ടെന്ന് നീ ചിന്തിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, പക്ഷെ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. നീ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും, നീ എത്രയൊക്കെ കണക്ക് കൂട്ടിയാലും, നീ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും, നീ എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചാലും അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ആ കർത്താവിൻ്റെ മുമ്പിലാ നീ നിൽക്കുക. നിന്റെ പ്രതിസന്ധികൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ തകർച്ചകൾ, നിന്റെ നോവുകൾ, നിന്റെ വേദനകൾ നിന്നെ ഒത്തിരിയേറെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. ഈ ലോകത്തിൽ എല്ലാം സാധ്യമായ തമ്പുരാന്റെ മുമ്പിലാ നീ നിൽക്കുക. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ, കണ്ണീരോടെ നീ നിലവിളിച്ചാൽ ദൈവം ഇറങ്ങി വരും. നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും, നിന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരും, നിന്റെ സങ്കടത്തിൽ ഇറങ്ങി വരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിന്റെ നിമിഷത്തില്, ഈശോ കടന്നു വരുന്ന ഈ നിമിഷത്തില് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും.
എന്നെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാ ഞാൻ നിൽക്കുക. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഏൽപ്പിക്കാം. പൂർണ്ണമായിട്ടും നമുക്ക് ഏൽപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഭയപ്പെടേണ്ട, ഒന്നിനെയും ഭയപ്പെടേണ്ട. കർത്താവിന്റെ വചനത് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞു വെക്കുക, ഭയപ്പെടേണ്ട ഒന്നിനെയും. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ഭയങ്ങളുണ്ടാകാം. മക്കളുടെ ജീവിതത്തെ ഓർത്ത് ഭയങ്ങളുണ്ടാകാം. നിന്റെ കുടുംബത്തിന്റെ കടബാധ്യതയോർത്ത് ഭയങ്ങളുണ്ടാകാം. നിന്റെ രോഗങ്ങളെ ഓർത്ത് ഭയങ്ങളുണ്ടാകാം. നിന്റെ പഠിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ഭയങ്ങളുണ്ടാകാം. പരീക്ഷയോർത്ത് ഭയങ്ങളുണ്ടാകാം. നിന്റെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ ഓർത്ത് ഭയങ്ങളുണ്ടാകാം. ജോലി കിട്ടാത്ത ഒരവസ്ഥയോർത്ത് ഭയങ്ങളുണ്ടാകാം. പക്ഷെ കർത്താവ് പറയാ, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മളെല്ലാം കർത്താവിൻ്റെതാ. ആ കർത്താവിൻ്റെ മുമ്പിലാ നമ്മളായിരിക്കുക. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളെല്ലാം നമുക്ക് ഓർക്കാം. ഒത്തിരി സങ്കടങ്ങളും ഒത്തിരി നൊമ്പരങ്ങളും ഒത്തിരി തടസ്സങ്ങളും ഉള്ളവരാ നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്കത് കൊടുക്കാം. എൻ്റെ കടബാധ്യതയായിരിക്കാം, എൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, എൻ്റെ കുടുംബത്തിലെ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അത് കൊടുക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാ നീ നിൽക്കണേന്ന് ഓർക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിൽക്കണേ. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിനക്കുള്ളതെല്ലാം നീ സമർപ്പിക്കേ. നിന്റെ കുടുംബത്തെ നീ സമർപ്പിക്കേ, നിന്റെ രോഗങ്ങളെ നീ സമർപ്പിക്കേ, നിന്റെ തടസ്സങ്ങളെ നീ സമർപ്പിക്കേ, നിന്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങളെ നീ സമർപ്പിക്കേ. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിനക്ക് ഉത്തരം കിട്ടും. മക്കളെ, പ്രാർത്ഥിക്കേ, മനസ്സൊരുക്കി പ്രാർത്ഥിക്കേ. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നൊരു വ്യക്തിയുണ്ട്, ഹാഗാർ. ഹാഗാർ, ആ പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും. ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നേടിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഹാഗാർ. ആരുടെ അടിമപ്പെണ്ണായിരുന്നു എന്നറിയാം? സാറയുടെ അടിമപ്പെണ്ണായിരുന്നു. സാറയുടെ അടിമപ്പെണ്ണായ ഹാഗാറില് അബ്രാഹത്തിനൊരു കുഞ്ഞുണ്ടാവുക. നിങ്ങൾക്കറിയാം ചരിത്രം മുഴുവൻ. സാറയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതൊരു സാഹചര്യത്തില് സാറയുടെ അനുമതിയോടുകൂടെ അബ്രാഹം ഹാഗാറിനെ പ്രാപിച്ചു. ഹാഗാറിലൊരു കുഞ്ഞുണ്ടാവുക. ഹാഗാറിന് കുഞ്ഞുണ്ടായപ്പോൾ ഹാഗാറിന്റെ രൂപത്തിലും സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരിക. ഇത്രയും നാള് അടിമയായിരുന്ന ഹാഗാറ് സാറയുടെ മുൻപിൽ ഇച്ചിരി അഹങ്കാരമൊക്കെ കാണിച്ചു തുടങ്ങി. അവര് തമ്മിൽ വഴക്കായി തുടങ്ങി. സാറയും ഹാഗാറും തമ്മിൽ വഴക്കായി തുടങ്ങി. അബ്രാഹത്തിന് നിവൃത്തിയില്ലാതെ ഹാഗാറിനെ സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ട ഒരവസ്ഥ വരികയാണ്. ഇറക്കി വിടേണ്ട ഒരവസ്ഥ വരുന്ന ഒരു സാഹചര്യത്തില് ഹാഗാറ് സ്വന്തം വീട്ടിൽ നിന്നും, സാറയുടെ വീട്ടിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുകയാണ്. മരുഭൂമിയിലേക്ക് ഓടുന്നൊരു സാഹചര്യത്തില് ഹാഗാറിന്റെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇനി എന്ത് ചെയ്യും? എവിടെ പോയി ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? ആരുടെ അടുത്ത് പോകും? എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? എൻ്റെ മുൻപിൽ ഒത്തിരി ചോദ്യങ്ങളാ. മരുഭൂമിയിലേക്കാ പോണേ. ഒരു ഭക്ഷണം പോലും കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഹാഗാറ് ഇറങ്ങിച്ചില്ലെന്നേ. ഹാഗാറ് മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടാ സാറയിൽ നിന്നും, സാറയുടെ ആക്രമണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടിരിക്കുന്ന സംസാരത്തിൽ നിന്നും ഹാഗാറ് ഓടി രക്ഷപ്പെടാ. ഉൽപ്പത്തി പുസ്തകം 16:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സാറയുടെ ദാസിയായ ഹാഗാർ ഇങ്ങനെ പോകുന്ന വഴിയില് ഹാഗാറിന് ഒത്തിരി സംശയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ എന്ത് ചെയ്യും? ആരുടെ അടുത്ത് പോകും? എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? എല്ലാം ചോദ്യങ്ങളാണ്. ഒന്നിനും ഉത്തരവില്ല ഹാഗാറിന്റെ മുമ്പില് ഒരു ചോദ്യം വരികയാ. ഉൽപ്പത്തി പുസ്തകം 16:7 സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? എങ്ങോട്ട് പോകുന്നു? ഹാഗാറിന്റെ മുമ്പിൽ ഒരു ചോദ്യം വരികയാ. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഹാഗാറിനോട് ചോദിക്കുക, സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എങ്ങോട്ടാ പോണേ? ഉൽപ്പത്തി പുസ്തകം 16:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഹാഗാറ് ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാ.
ആ സ്വരം കേട്ട ഹാഗാർ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് തിരിച്ചു പോവുകയാ സാറയുടെ അടുത്തേക്ക്. ഒത്തിരി ചോദ്യങ്ങള് ഹാഗാറിന്റെ മനസ്സിൽ നിറഞ്ഞപ്പോഴും അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവിനെ നമുക്ക് ഈ ഹാഗാറിന്റെ ജീവിതത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. ഹാഗാർ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാ. ഹാഗാർ അന്ന് ദൈവത്തെ വിളിച്ചൊരു വിളിയുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്, ദൈവം തനിക്ക് ദർശനം നൽകിയതുകൊണ്ട് ആ ദൈവത്തെ ഹാഗാർ വിളിച്ച ഒരു വിളിയുണ്ട്, ഒരു പേരുണ്ട്, ഏൽ റോയ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവം, എൻ്റെ ജീവിതത്തെ ക്ലേശങ്ങൾ അകറ്റുന്നൊരു ദൈവം, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നൊരു ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിലാ നീയും ഞാനുമൊക്കെ ആയിരിക്കുക. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്ക് എന്നെ കേൾക്കുന്ന, എൻ്റെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ടെന്ന് ചിന്തിക്കുക. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് ചോദ്യങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കടബാധ്യതയെ കുറിച്ച് എനിക്ക് ചോദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഓർത്ത് എനിക്ക് ചോദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജോലിയില്ലാത്ത അവസ്ഥയെ ഓർത്ത് എനിക്ക് ചോദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിന്റെ ജീവിതത്തെ മുഴുവൻ നീ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവേ, നിന്റെ അഭിഷേകം നീ ഞങ്ങളിൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാ. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ ഓർക്കണം, ഇന്ന് സഭയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാ. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി വിശ്വാസത്തോടുകൂടെ 2 കരങ്ങളും നീട്ടിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടെ ആത്മാവെ കടന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ നീ വരേണമേ മാനസാമണി കോവിലിൽ, നായകങ്ങൾ നാവിലാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. ചേർന്ന് പാടാം. പാവനാത്മാവേ നീ വരേണമേ മാനസാമണി കോവിലിൽ, നായകങ്ങൾ നാവിലാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസാമണി കോവിലിൽ, നായകങ്ങൾ നാവിലാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. പാവനാത്മാവേ പാവനാത്മാവേ നീ വരേണമേ മാനസാമണി കോവിലിൽ, നായകങ്ങൾ നാവിലാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്പനിമിഷം നമുക്ക് ഇരിക്കാം. സാധിക്കുന്നവർക്ക് മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം, കുഴപ്പമില്ല കേട്ടോ. അല്പനിമിഷം നമുക്കൊന്ന് ഇരിക്കാം. കുറച്ച് പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ദൈവത്തിന്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് കൊടുത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്.
30 വർഷത്തിലധികമായി പഴക്കമുള്ള എൻ്റെ ഒരു ശ്വാസമുട്ടൽ അസുഖം കാരണം ഞാൻ മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, അസ്വസ്ഥതയും അനുഭവിക്കുന്നുണ്ട്. അതിനാൽ അതിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി ഈശോ സുഖപ്പെടുത്തി തരാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഈ നിമിഷം ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ പേര് ബെന്നി എന്നാണ്. 20 വർഷം മുമ്പ് സൈക്കിളിൻ്റെ ഹാൻഡിലിൽ എൻ്റെ അരക്കെട്ടിലും സൈക്കിളിൻ്റെ ഒരു അപകടം മൂലം എൻ്റെ ഉണ്ടായ ഒരു ചതവും നീർക്കെട്ടും വേദനയും അതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ വേദനയും നീർക്കെട്ടും മൂലം ഒത്തിരിയേറെ തടസ്സങ്ങളും എനിക്കുണ്ട്. ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം അകറ്റി എന്നെ വിശദീകരിക്കാനും അനുഗ്രഹിക്കാനും അതോടൊപ്പം തന്നെ രോഗസൗഖ്യം നൽകാനും വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അൽഫോൻസ എന്നൊരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ നടു എളിതല്ലി വീണതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിൽ മൂലം ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെയാണ് ഞാൻ കടന്നു പോകുക. സഹായിക്കാൻ എനിക്ക് ആരുമില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അൽഫോൻസ എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയൊരു ലെറ്ററാണ്, ഞാൻ എല്ലാം വായിക്കുന്നില്ല, ആ നിയോഗം മാത്രമാണ് വായിക്കുക. അക്സ എന്നൊരു മകൾക്ക് വേണ്ടി ജലദോഷവും തുമ്മലും ചുമയും ഒക്കെ മാറാൻ വേണ്ടി, അതോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങളും അസ്വസ്ഥതകളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ബിന്ദു വിൽസൺ എന്ന് പറയുന്ന ഒരു സഹോദരി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നത് കുടുംബത്തിൽ സമാധാനവും ശാന്തിയും കടന്നു വരാൻ വേണ്ടിയും ഒരു 50 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത മാറാൻ വേണ്ടിയും ഒരു സ്ഥലം വിറ്റുപോകാൻ വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണം. വലിയൊരു ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ അതിൻ്റെ ഉള്ളടക്കം മാത്രം, അച്ഛൻ ഇന്ന് പകൽ സമയം മുഴുവൻ ഇത് വായിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അച്ഛൻ പറയുക. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സിന്ധു എന്ന് പറയുന്നൊരു സഹോദരി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ഭർത്താവ് കിടപ്പിലാണ്, ഒരു ആക്സിഡന്റ് മൂലം കിടപ്പിലായി പോയതാണ്. അതുമൂലം ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. 2 മക്കളാണ് എനിക്ക്. അച്ഛൻ ജിനു അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. 2 മക്കളും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയും, മൂത്ത മകൻ്റെ പഠിത്തം കഴിഞ്ഞു പക്ഷെ ജോലി ആയിട്ടില്ല, 2ാമത്തെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഞങ്ങളെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണമേ. ഒരു വീടില്ലാത്തതിൻ്റെ വേദനയാണ്. വീട് പണിയാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കുന്നു, പക്ഷെ എന്തിനും തടസ്സമാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് ആരാധനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഷിജിൻ എന്ന് പറയുന്ന ഒരു മകനാണ് പ്രത്യേകമായിട്ട് കിഡ്നി സംബന്ധമായ ഒരു അസുഖത്തിൽ ട്രീറ്റ്മെന്റിലാണ്. എല്ലാ ദിവസവും അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലും പ്രത്യേകമായിട്ട് ആരാധനയിലും പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക. വളരെ നിർധനമായൊരു കുടുംബമാണ് എൻ്റേത്. കുടുംബത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. എൻ്റെ അസുഖം മാറാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജിത എന്ന് പറയുന്നൊരു സഹോദരി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മക്കളുടെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. കടഭാരങ്ങൾ മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. കുടുംബ സമാധാനത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള തടസ്സങ്ങളുണ്ട്. അച്ഛൻ വായിച്ച പല പ്രാർത്ഥനകളും നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാ. ദൈവത്തിന്റെ മുമ്പില്, ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില് ആ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നതോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. കാരണം മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് എനിക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, മറ്റൊരാൾക്ക് വേണ്ടി അച്ഛൻ വായിച്ചു തന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടെ, ഇതുപോലെയുള്ള വേദനകൾ എനിക്കുണ്ട്, ആ വേദനകളിലൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി 2 കരം നീട്ടി ഈ ദിവ്യകാരുണ്യത്തെ നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നമ്മുടെ വിശ്വാസത്തോടെ പാടി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ
എന്നൊരു മകള് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സാന്ദ്ര ജോൺസൺ. കടഭാരങ്ങൾ മാറിക്കിട്ടാൻ അച്ഛ പ്രാർത്ഥിക്കണേ. വീടിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെ ഏക മകളായ ജോസനയ്ക്ക് വിദേശത്തൊരു ജോലി ലഭിക്കാനും അതിന് തടസ്സങ്ങൾ മാറാനും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജിബിൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് അച്ഛ. ഒത്തിരി നാളായി പഠിച്ചിറങ്ങിയിട്ട് ഒരു ജോലി ലഭിച്ചിട്ടില്ല. അതിന് തടസ്സങ്ങളായിട്ട് ഒത്തിരി വേദനയുണ്ട്. അതോടൊപ്പം തന്നെ കടബാധ്യത അനുഭവിക്കുന്നു. എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിലും അച്ഛൻ്റെ പ്രാർത്ഥനകളിലും പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റിനി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. ഭർത്താവ് വിദേശത്താണ്. വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛ ശമ്പളം കിട്ടുന്നില്ല. ഒത്തിരി തടസ്സങ്ങൾ അതുമൂലം നേരിടുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും, സ്കൂള് തുറക്കുന്നു, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അച്ഛ. പ്രത്യേകമായിട്ട് കൊച്ചുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് അച്ഛൻ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു സഹോദരൻ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത് മദ്യപാനശീലം മാറാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് മുമ്പിൽ ആ സ്റ്റാൻലി എന്ന് പറയുന്ന സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ്. അഖിൽ എന്നാണ് അവൻ്റെ പേര്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് അച്ഛൻ, ഞാൻ ഈ വർഷം 10ാം ക്ലാസ്സിലേക്കാണ് ജയിച്ചിരിക്കുക. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ നല്ല മാർക്ക് വാങ്ങിക്കാൻ. അതോടൊപ്പം തന്നെ വീട്ടിൽ അപ്പനും അമ്മയും ഇന്നും വഴക്കാണ് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടെ പപ്പയുടെ മദ്യപാനശീലം മാറാൻ വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചു. അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അമ്മ അതുമൂലം ഒത്തിരി വേദനിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇതിലൊരു ലെറ്ററാണ് കൊച്ചു എഴുതിയിരിക്കുന്നത്. ആ ലെറ്ററിൻ്റെ ഉൾഭാഗം മാത്രം ഞാൻ അടിവരയിട്ടത് വായിക്കുന്നതാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ വീട്ടിലെ സമാധാനവും സന്തോഷവും നിറയാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, എൻ്റെ മകൻ്റെ തുടർച്ചയായ വിവാഹ തടസ്സങ്ങൾ, ഒത്തിരി നാളായി വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷെ ഇന്നും തടസ്സമാണ്. ആ മകൻ്റെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി. ആ മകൻ്റെ പേര് ജിൻസൺ എന്നാണ് പേര് എഴുതിയിരിക്കുക. പ്രത്യേകമായിട്ട് ജിൻസന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ഒത്തിരിയേറെ രോഗങ്ങൾ വെച്ചാൽ എന്നും അസുഖങ്ങളാണ് വീട്ടിൽ. ആ അസുഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്. ക്യാൻസർ മാറാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിലെ പേര് എഴുതിയിട്ടില്ല സഹോദരി. പ്രത്യേകമായിട്ട് ആ മകൻ്റെ പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിന് വേണ്ടിയും മകന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നീതു എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛൻ എൻ്റെ വയറ്റിൽ 2 മുഴയുണ്ട്. അതിൻ്റെ ശസ്ത്രക്രിയ പറഞ്ഞിരിക്കുകയാണ്, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാനും ദൈവവിശ്വാസത്തിൽ വളരാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മൈക്കിൾ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛൻ 8 ലക്ഷം രൂപ കടബാധ്യതയുണ്ട് എനിക്ക് ബാങ്കിൽ നിന്നും ലോൺ അടച്ച് തീർത്ത് എൻ്റെ പ്രമാണങ്ങൾ എടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ ഒന്നിനും നടക്കുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥനയിൽ എന്നും പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ അത് പ്രത്യേകമായിട്ട് എൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റിസ എന്ന് പറയുന്ന ഒരു മകള് +2 പഠിക്കുന്നു. ഈ വർഷം +2ലേക്ക് ജയിച്ചിരിക്കുന്നു. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയും നല്ലൊരു ഡോക്ടറാകാൻ വേണ്ടിയിട്ടാണ് മകളുടെ പ്രാർത്ഥന സഹായം. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം ആ മകളുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി. നിർമ്മല എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ ഇളയ മകൾക്ക് എന്നും ഫിക്സ് വരുന്നുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എനിക്ക് അസുഖം ഉള്ളതുകൊണ്ടും എൻ്റെ ഭർത്താവിനോട് എന്നും വിരോധമാണ്. അച്ഛാ, പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്തും എൻ്റെ ഇളയ മകളെ ഓർത്തും അച്ഛൻ പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിയോഗങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ ഓർത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് 2 കരങ്ങൾ നീട്ടി ഈ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നമുക്കും ഉണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ഓർത്ത് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ
വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ അച്ഛന് വരാറുണ്ട്. അച്ഛൻ മിക്കവാറും പ്രാർത്ഥനാ നിയമങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ള പ്രാർത്ഥന ആവശ്യങ്ങളാണ്. ഇനിയും ഉണ്ട് അച്ഛൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ മുറിയിലിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഓരോ ദിവസവും ആരാധനയിൽ നമ്മുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കും, ഓരോ നിയോഗങ്ങൾ നടക്കാനും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ലെറ്റർ വഴിയോ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് പരിശ്രമിച്ചാൽ അച്ഛൻ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്നുള്ള ഉറപ്പ് കൂടി തരികയാണ്. ഈ നിമിഷം ഈ ആരാധനയുടെ മണിക്കൂറിൽ നമ്മുടെ നിയോഗങ്ങൾ നമുക്കൊന്ന് ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്കൊന്ന് ഏൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ നമുക്കൊന്ന് ഏൽപ്പിക്കാം. ചിലപ്പോൾ ഒത്തിരിയേറെ ചിരിച്ചും കളിച്ചൊക്കെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ചില തടസ്സങ്ങൾ മൂലം, ചില രോഗങ്ങൾ മൂലം, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം ഒത്തിരി വേദനകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദൈവമേ, എൻ്റെ ഈ തടസ്സത്തിലേക്ക്, എൻ്റെ ഈ വേദനയിലേക്ക്, എൻ്റെ ഈ പ്രശ്നത്തിലേക്ക് നീ വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണേ. ഈ ലോകം സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേന്ന് ഓർത്തോളണം. നിന്റെ ചെറിയ പ്രശ്നങ്ങൾ മാറ്റാൻ കർത്താവിന് പറ്റും. നീ ചിന്തിക്കണം, വിശ്വസിക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവുക, അപ്പോഴാണ് നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകുക. നിന്റെ ഈ ചെറിയ പ്രശ്നം, ചിലപ്പോൾ നിന്റെ കടബാധ്യത ദൈവത്തിനൊരു വലിയ പ്രശ്നമല്ല. നിന്റെ രോഗം ദൈവത്തിനൊരു വലിയ പ്രശ്നമല്ല. നിന്റെ തടസ്സം ദൈവത്തിന് വലിയൊരു പ്രശ്നമല്ല. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ചവന് അതും സാധ്യമാണ്. വിശ്വസിക്കണം. നീ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും, ദൈവത്തിന്റെ അനുഗ്രഹം കാണാൻ പറ്റും. വിശ്വസിക്കും മക്കളെ. നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനകളുടെ നടുവില്, നിന്റെ സങ്കടത്തിന്റെ നടുവില് നീ വിശ്വസിക്കേ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നത് പോലെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്, എല്ലാ വേദനകളും കൊടുക്ക്, എല്ലാ പ്രതിസന്ധികളും കൊടുക്ക്, ആരോടും പറയാത്ത നിന്റെ നൊമ്പരങ്ങൾ കൊടുക്ക്. എല്ലാം ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ച് രണ്ട് കരവും നീട്ടി ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടുകൂടെ എൻ്റെ വേദനയ്ക്ക് വേണ്ടി, എൻ്റെ സങ്കടത്തിന് വേണ്ടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള വിശ്വാസത്തോടു കൂടെ എല്ലാ മക്കളും രണ്ട് കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഈശോയുടെ സന്നിധിയില് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മളെ ഏൽപ്പിച്ചു, നമ്മുടെ വേദനകൾ നമ്മളെ ഏൽപ്പിച്ചു, നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുക. കരുണക്കൊന്തയുടെ ഒരു രഹസ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുക. അത് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതവും അടയാളങ്ങളും ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തിക്കാം, സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തിക്കാം. രണ്ട് കരങ്ങളും കുരിശിന്റെ ആകൃതിയിൽ വിടർത്തി പിടിക്കുക. രണ്ട് കരങ്ങളും കുരിശിന്റെ ആകൃതിയിൽ വിടർത്തി പിടിക്കുക. കരുണക്കൊന്ത ചെല്ലേണ്ടത് അങ്ങനെയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സം ഉണ്ടെങ്കിലും ദൈവം മാറ്റുന്നൊരു ശുശ്രൂഷയാണിത്. തമ്പുരാന്റെ കരുണയാണിത്. നമ്മൾ ഓർക്കണം, അർഹതയില്ലാതെ ലഭിക്കുന്നതാണ് കരുണ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുക. രണ്ട് കരങ്ങളും വിടർത്തി പിടിക്കാം. ചിലപ്പോൾ കരങ്ങൾ വേദനിക്കും, വേദനിക്കണം. ഈശോ സഹിച്ചതുപോലെ ഞാനും സഹിക്കുക. എൻ്റെ മുട്ടു വേദനിക്കും, വേദനിക്കണം. ഈശോ സഹിച്ചതുപോലെ ഞാനും മുട്ടുകുത്തി വീഴാൻ പോവുക. എൻ്റെ വേദനകൾക്ക് വേണ്ടി, എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോണേ. രണ്ട് കരങ്ങളും വിടർത്തി പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടു കൂടെ തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
സമൂഹത്തെ ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നമ്മുടെ കുടുംബത്തെ ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ജീവിത പങ്കാളി ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. മക്കളെ ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നമ്മുടെ രോഗങ്ങൾ ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നമ്മുടെ തടസ്സങ്ങൾ ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ ഓർത്ത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. വിദേശത്തായിരിക്കുന്നവരെയും നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരെ പഠിക്കാനും ജോലിക്കുമായി പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരെയും സമർപ്പിച്ചെന്ന് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ടത് പാടിയേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും സമർപ്പിച്ച് കർത്താവേ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ നിമിഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ആരും ശിരസ് നമിക്കരുത്. ഈശോയെ നോക്കണം, ഈശോയുടെ മുഖത്തേക്ക് നോക്കണം. ഈശോയുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ വേദനകൾക്കും സങ്കടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. നിലവിളിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം നിൽക്കും, ഉറപ്പാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, രണ്ട് കരങ്ങൾ നീട്ടി ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ച് സ്തുതിക്കണം. ബർത്തിമയൂസ് എന്ന മനുഷ്യൻ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചപ്പോഴാണ് കർത്താവ് അവൻ്റെ മുമ്പിൽ നിന്നത്. നീ കണ്ണീരോടെ ദൈവത്തെ നോക്കി നിലവിളിച്ചാൽ നിൻ്റെ മുമ്പിലും ദൈവം നിൽക്കും. വിശ്വാസത്തോടെ വിളിക്കണം, ദൈവം നിൽക്കും. രണ്ട് കരങ്ങൾ നീട്ടി ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടു കൂടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നീട്ടി ഈശോയെ വിളിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചേ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Ishwe, 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 ishwe. Ishwe, 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 ishwe. Ishwe, 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 ishwe. Ishwe, 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 hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Ishwe, ishwe. Ishwe, 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 hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.